നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇനിയുള്ള കാലം കേരള കർണാടക ഹൈക്കോടതികളിലേക്ക് മാറി മാറി ഓടിക്കൊണ്ടിരിക്കാനാണ് തായ്ക്കണ്ടിയിൽ കുടുംബത്തിന്റെ തലവര. അതും അച്ഛനെയും മകളെയും കിട്ടിയിരിക്കുന്നത് ഒന്നാം തരം ബെഞ്ചിലാണ്. വീണയുടെ കമ്പനിയുമായി ചേർന്ന് അഴിമതിക്ക് കൂട്ടുനിന്ന സർക്കാർ സ്ഥാപനം KSIDCയോട് അന്വേഷണവുമായി സഹകരിക്കുന്നതല്ലേ നല്ലതെന്ന് കേരള ഹൈക്കോടതി ചോദിച്ചിരുന്നു. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSIDC ഹൈക്കോടതിക്ക് വിട്ടിരുന്നു. പക്ഷേ ഹർജി എത്തിയത് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലാണ്. ഇതിൽ വിധി അനുകൂലമാകാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ. KSIDCക്ക് പണി കിട്ടിയാൽ ആ വഴി പോകുന്നത് പിണറായി വിജയന്റെ എക്സാലോജിക് കമ്പനിയിലേക്കാണ്. KSIDCയും CMRLും എക്സാലോജിക്കും ചേർന്ന് നടത്തിയ അഴിമതിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. ഇതെല്ലാം ദേവൻ രാമചന്ദ്രന്റെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്. പിണറായി വിജയനുമായി പലതവണ കൊമ്പ് കോർത്തിട്ടുള്ള ജഡ്ജിയാണ് ദേവൻ രാമചന്ദ്രൻ. അതേ ജഡ്ജിയുടെ അടുത്തേക്ക് സർക്കാർ സ്ഥാപനം നടത്തിയ ക്രമക്കേടെത്തുമ്പോൾ കേസ് അദ്ദേഹം ഇഴകീറി പരിശോധിക്കും. പിണറായി വിജയൻ വെടിപ്പല്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാം കൃത്യമായി ദേവൻ രാമചന്ദ്രൻ പരിശോധിക്കുമെന്നത് ഉറപ്പാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയുമായി ചേർന്നാണ് അഴിമതിയുടെ റൂട്ട് പോയിരിക്കുന്നത്. CMRL അവരുടെ ഭാഗം ക്ലിയറാക്കാൻ എല്ലാം തുറന്നു പറഞ്ഞ് കൈ കഴുകിയേക്കാം. ദേവൻ രാമചന്ദ്രന്റെ അടുത്ത് ഹർജി എത്തിയതിന്റെ പൊള്ളലിലാണ് പിണറായി വിജയൻ. തായ്ക്കണ്ടിയിൽ കുടുംബത്തെ ഒന്നടങ്കം വലിച്ചു കീറും ദേവൻ രാമചന്ദ്രൻ. ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട പിണറായി വിജയൻ. അതിന്റെ മുന്നോടിയായാണ് കേസുമായി സഹകരിക്കുന്നതല്ലേ നല്ലതെന്ന് സർക്കാർ സ്ഥാപനത്തിന് ദേവൻ രാമചന്ദ്രൻ താക്കീത് കൊടുത്തത്. ഭയക്കാനൊന്നുമില്ലെങ്കിൽ പിന്നെ എന്തിന് അന്വേഷണത്തെ എതിർക്കണം? തങ്ങൾ കളങ്കിതരല്ലെന്ന് തെളിയിക്കുകയല്ലേ വേണ്ടത്? പിണറായിക്കിട്ടുള്ള കൊട്ടാണ് ദേവൻ രാമചന്ദ്രൻ കൊടുത്തത്. റിയാസിനെയും പിണറായി വിജയനെയും പലതവണ നിർത്തിപ്പൊരിച്ചിട്ടുള്ള ദേവൻ രാമചന്ദ്രന് മുന്നിലേക്ക് ഇനി വീണയും എത്തുകയാണ്. എന്താണ് സർക്കാർ സ്ഥാപനവും എക്സാലോജിക്കും തമ്മിൽ നടന്ന ഇടപാടെന്ന് ദേവൻ രാമചന്ദ്രൻ ചോദിക്കും. മറുപടി പറയേണ്ടി വരും. കോടതിയിൽ മുൾമുനയിൽ നിന്നിട്ടുണ്ട് പലതവണ സർക്കാർ. പിണറായി പേടിയൊന്നും ഇല്ലാത്ത ജഡ്ജിയാണ് അദ്ദേഹം. ഉള്ളത് വെട്ടി തുറന്നു പറയും. അതിപ്പോൾ ആരുടെ മുഖത്ത് നോക്കിയും പറയും. അതുകൊണ്ട് പിണറായിക്ക് ശത്രുവാണ്. ദേവൻ രാമചന്ദ്രനെ മാടമ്പി എന്ന് പൊതുമധ്യത്തിൽ വിളിച്ചിട്ടുണ്ട് പിണറായി വിജയൻ. സർക്കാരിനെ വെട്ടിലാക്കുന്ന കേസുകളൊന്നും ദേവൻ രാമചന്ദ്രന്റെ മുന്നിലേക്ക് എത്തരുതേ എന്നാണ് മുഖ്യമന്ത്രി പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷേ KSIDC ചെന്ന് വെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മുന്നിൽ തന്നെയാണ്. വീണ വിജയൻ നൽകിയ ഹർജിയിലെ കർണാടക ഹൈക്കോടതി വിധി എന്തുതന്നെയായാലും അതിവേഗ നീക്കങ്ങൾ നടത്താൻ സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൌസിലും അടക്കം ക്വിക്ക് റെസ്പോൺസ് ടീം ശക്തമാണ്. വാദം കേട്ട കർണാടക ഹൈക്കോടതി വിധി പറയാനായി മാറ്റിയ സാഹചര്യത്തിൽ എന്തും സംഭവിക്കാം. തൽക്കാലം അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. വിധി വരും വരെ അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികൾ ഉണ്ടാകരുതെന്ന് ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ ബെഞ്ച് SFIOയോട് നിർദ്ദേശിച്ചത്. അന്വേഷണത്തിനാവശ്യമായ രേഖകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് SFIOയ്ക്ക് കൈമാറണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. കേസിനെ നേരിടാൻ വലിയ ടീമിനെയാണ് വീണ ഇറക്കിയിരിക്കുന്നത്. വലിയ സംഘം നിയമ വിദഗ്ധർ തിരുവനന്തപുരത്തും കൊച്ചിയിലും ബംഗളൂരുവിലും ഡൽഹിയിലുമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൌസിലും ബംഗളൂരു കോടതിയിലെ നടപടികൾ നിരീക്ഷിക്കാനും സംഘമുണ്ട്. എപ്പോൾ വേണമെങ്കിലും വിധി വരാമെന്ന നിലയിലാണ് കാര്യങ്ങൾ. വിധി എതിരായാൽ SFIOയും അപ്പീലുമായി പോകാൻ സാധ്യതയേറെയാണ്. അതിനെയും നേരിടാൻ ഇപ്പോഴേ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് വീണയും വീണയുടെ ടീമും. ഇതിനിടെ മാത്യു കുഴൽനാടൻ വീണയ്ക്ക് കുരുക്ക് മുറുക്കുകയാണ്. സർക്കാരിനും ഏണിയാകുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRLന് നൽകിയ ഖനന കരാർ സർക്കാർ റദ്ദാക്കിയത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഉയർന്ന മാസപ്പടി ആരോപണത്തിന് ശേഷമാണ്. ഇതടക്കം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പരിശോധിക്കും. അതിനുശേഷം കേസ് അന്വേഷണം CBIക്കും വിടാൻ സാധ്യതയുണ്ട്. എന്നാൽ കർണാടക ഹൈക്കോടതി അന്വേഷണം തടഞ്ഞാൽ അതെല്ലാ അർത്ഥത്തിലും പിണറായി വിജയനും CPMനും വീണയ്ക്കും ആശ്വാസമാകും. മാത്യു കുഴൽനാടൻ ഉയർത്തിവിട്ട വിവാദം കൊടുങ്കാറ്റാകുകയാണ്. സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം പാടില്ലെന്നും അതുവരെയുള്ള എല്ലാ കരാറുകളും റദ്ദാക്കണമെന്നും കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കുന്നത് 2019 ഫെബ്രുവരിയിലാണ്. ഇതിന് 4.5 വർഷം കഴിഞ്ഞാണ് CMRLന് ലഭിച്ച കരാർ റദ്ദാക്കിയ ഉത്തരവിറക്കുന്നത് 3 മാസം മുൻപാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാസപ്പടി ആരോപണം വരുന്നത്. അതായത് കൈക്കൂലി വാങ്ങിയതിനും അനധികൃത സേവനം ചെയ്തതിനും തെളിവായി ഇതെല്ലാം മാറുകയാണ്. ഈ സാഹചര്യത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അടുത്ത നടപടികൾ നിർണായകമാണ്. നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ കേസിലെ ഓരോ വിശദാംശങ്ങളും പരിശോധിക്കുന്നുണ്ട്.
ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കേസിന് പിന്നാലെയാണ്. ഈ 3 പേരുടെയും തീരുമാനം അതിനിർണായകമാണ്. SFIO അതിവേഗ നിഗമനത്തിലെത്തിയാൽ അടുത്ത നിമിഷം തന്നെ CBI അന്വേഷണം വരാനും സാധ്യതയേറെയാണ്. ഇങ്ങനെ അടിമുടി പ്രതിരോധത്തിലാണ് വീണയും പിണറായി വിജയനും. അതിന്റെ കൂടെയാണ് ദേവൻ രാമചന്ദ്രന്റെ മുന്നിലേക്കും ചെന്നുപെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.